ചിരിക്കും ചിരിക്കും ശരിക്കും. നോക്കൂ. ഇനി നമുക്ക് പാൽപ്പായസം വരാനുണ്ട് കേട്ടോ. അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ആർ കൃഷ്ണൻ ഇസ് സെറ്റ്. ഇപ്പൊ കരണ്ട് വന്നു. അപ്പൊ നമ്മൾ ഇതാ പ്രസാദം കഴിക്കാൻ വേണ്ടി പോവാണ്. ഉണ്ണിയപ്പം. ഓക്കെ, അപ്പൊ അമ്മ ഇവിടെ ദാ ഉണ്ണിയപ്പം ചുട്ടോണ്ടിരിക്കുകയാണ്. ചുടാൻ തുടങ്ങണേ ഉള്ളൂ. ഓക്കെ, ആയോ അമ്മ? അല്ല, എണ്ണ ആയല്ലോ അല്ലേ? നല്ല സൂട് ഉണ്ണിയപ്പം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അമ്മ. അമ്മ ഒന്നിവിടെ നോക്കൂ. അവിടെ ഭയങ്കര കോൺസെൻട്രേഷനിലാണ് ഗൈസ്. അത് വിട്ട് കഴിഞ്ഞാൽ പോക്കായിരിക്കും കാര്യം. ചെറുതായിട്ട് നമ്മളൊന്ന് പൊസിഷൻ ചേഞ്ച് ചെയ്തു. കാരണം ഇവിടെ ഭയങ്കരമായിട്ട് ഫ്ലെയിം ഉണ്ടായിരുന്നു. അപ്പം മാറ്റിയിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡ് വെച്ച് ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഉണ്ണിയപ്പം ആവുന്നേ ഉള്ളൂ. ഇത് ഫസ്റ്റ് ട്രിപ്പാണ് കേട്ടോ. ബാറ്റർ ഇത് അവിടെ അമ്മ സെറ്റ് ചെയ്ത് വെച്ചിട്ട്, ഇന്നലെ സെറ്റ് ചെയ്തതാമ്മ? ഓക്കെ, ഇന്ന് രാവിലെ സെറ്റ് ചെയ്ത് വെച്ച ബാറ്റർ കേട്ടോ. നമ്മളെല്ലാം വറുത്തിട്ട് ഇതിലേക്ക് ആക്കും. അപ്പൊ ഉണ്ണിയപ്പം ആയിക്കൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് ട്രിപ്പാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പാൽപ്പായസം ഉണ്ടാക്കാൻ. നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ ശ്രീകൃഷ്ണ ജയന്തിക്കും ഉണ്ണിയപ്പവും പാൽപ്പായസം പിന്നെ പഴം തേങ്ങയൊക്കെ വെച്ചിട്ടാണ് പൂജ കഴിച്ചത്. അപ്പൊ ഇപ്രാവശ്യം അതേപോലെ തന്നെയാണ് കഴിക്കുന്നത്. ആൻഡ് നാളെ 26-നാണ് ശ്രീകൃഷ്ണ ജയന്തി. അപ്പൊ നമ്മൾ കറക്റ്റ് 12 o'clock ആകുമ്പോൾ നമ്മൾ ഇവിടെ വീട്ടിൽ പൂജ ചെയ്യും. കാരണം ഗുരുവായൂർ അമ്പലത്തിലൊക്കെ അങ്ങനെയല്ല അമ്മ? അങ്ങനെയാണ് ഗുരുവായൂർ അമ്പലത്തിലെ എല്ലാ കൃഷ്ണന്റെ അമ്പലങ്ങളിലൊക്കെ അങ്ങനെ ആയിരിക്കും. കറക്റ്റ് 12 മണിക്കാണ് പൂജ ചെയ്യുക. അപ്പൊ നമ്മളും അതുമാതിരിയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം ഇനി ഉണ്ണിയപ്പായിട്ട് കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഓഫ് ഉണ്ണിയപ്പം ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ നമ്മുടെ ഉണ്ണിയപ്പം പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഫുൾ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് പായസം ഉണ്ടാക്കാൻ പോവാണ്. അപ്പം അതാവുമ്പോ കാണിച്ചു തരാം. അപ്പോഴേക്കും ചെറുതായിട്ടൊന്ന് കരണ്ട് പോയി. അപ്പോഴേക്കും അമ്മ ഇവിടെ പായസത്തിന്റെ പണി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ 1 ലിറ്റർ അല്ലേ അമ്മ പാല്? 1 ലിറ്റർ പാലില് അരി പായസം അല്ലേ? എന്ത് പായസം? പാൽപ്പായസമാണ്. എന്ത് ചെയ്യാനാ ഗൈസ്, കഷ്ടപ്പാട്. കരണ്ട് അപ്പോഴേക്കും പോയി. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം പാൽപ്പായസം പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞു. നമ്മളിപ്പോ കൃഷ്ണനെ അലങ്കരിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പൊ ഓൾമോസ്റ്റ് ടൈം വന്നിട്ട് 10 o'clock ആയിട്ടോ. അപ്പൊ നമ്മള് ഒരു 12 o'clockനാണ് പൂജ. അപ്പൊ ഇപ്പൊ തന്നെ നമ്മളെല്ലാം അലങ്കരിച്ച് വെക്കാൻ പോവാണ്. എങ്ങനെയുണ്ട് ഗൈസ് ഞങ്ങളുടെ ഉണ്ണിക്കണ്ണൻ? അമ്മ ആദ്യം തന്നെ ഐശ്വര്യമായിട്ട് കൃഷ്ണന് സ്വർണ്ണമാല ചാർത്തി. അതിനുശേഷം അമ്മുമ്മ കോർത്തു വെച്ച തുളസിമാല ചാർത്തി. കൃഷ്ണന്റെ അടുത്ത് തന്നെ നമ്മൾ വിഘ്നേശ്വരനെ വെക്കുന്നുണ്ട്. എന്തെങ്കിലും അവിഘ്നം ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിഘ്നേശ്വരനെ വെക്കുന്നത്. അങ്ങനെ 2 പേരെയും റെഡിയാക്കി. അപ്പോൾ ഡെക്കറേഷൻസ് നമ്മുടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിവിടെ കണ്ണനെയും കൂടെ ഗണപതി വെച്ചിട്ടുണ്ട്. അമ്മയാണ് ഡെക്കോർ ചെയ്യുന്നത്. അമ്മുമ്മ അവിടെ ഇരുന്ന് ഓരോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട് അമ്മയ്ക്ക്. അപ്പം ഈ ഓൾമോസ്റ്റ് ഹാഫ് ആകുമ്പോൾ ഞാൻ ബാക്കി കാണിച്ചു തരാം. ചെറിയൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു ഈ പൂ മേലെ തൂക്കണമെന്ന്. പക്ഷെ നമ്മളത് കൃഷ്ണൻ തന്നെ ചൂടിക്കൊടുത്തു. ഇപ്പൊ കാണുന്നുണ്ട്, പക്ഷെ ചെറുതായിട്ടൊന്ന് മറിഞ്ഞു അല്ലേ ഫേസ്? അതാ മഞ്ഞപ്പൂ വന്നപ്പോ കുറച്ച് നല്ലോണം മറിഞ്ഞു. തുളസി മാത്രമായപ്പോ ഓക്കെ ആയിരുന്നു. ഇപ്പൊ ഓക്കെ. അമ്മുമ്മയാണ് കൃഷ്ണന്റെ തുളസിമാല കെട്ടിയത്. ബാക്കി വന്ന തുളസിയെല്ലാം അമ്മ തട്ടിൽ വെക്കുന്നുണ്ട്. നമുക്ക് പൂജ ചെയ്യുമ്പം ഇതെല്ലാം വേണം ഗൈസ്. അപ്പൊ നമ്മുടെ ഡെക്കറേഷൻ മൊത്തമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അമ്മയുടെ ഒരു കലാവിരുദ്ധാണിത്. പാൽപ്പായസത്തില് 1 തുളസി ഇല വെച്ചു കേട്ടോ. അങ്ങനെ ഇടുവോ? ഓക്കെ, അമ്മയുടെ ഒരുക്കങ്ങള്. അമ്മുമ്മ പറയുന്നു കലാവിരുദ്ധൊന്നും അല്ല, പൂജയ്ക്ക് അങ്ങനെ വെക്കണ്ടെന്ന്. എനിക്കറിയില്ല കേട്ടോ, ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി പൂജ സമയത്ത് നമുക്ക് കാണാം. അമ്മ വിളക്കും കൊളുത്തിയിട്ടുണ്ട്. ഇപ്പൊ സമയം വന്നിട്ട് 11 മണിയായി അല്ലേ അമ്മ? കറക്റ്റ് 12 മണിക്ക് നമുക്ക് കൃഷ്ണന്റെ ബർത്ത്ഡേ ആഘോഷിക്കാം. ഗൈസ് സമയമായിട്ടുണ്ട്. ഇപ്പൊ സമയം 12:06 ആയിട്ടോ. അപ്പൊ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ആയി. നമ്മളിപ്പോ പൂജ ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ പൂജ കാണിച്ചു തരാം.
ആസ് യൂഷ്വൽ എപ്പോഴത്തെയും പോലെ നമ്മുടെ വീട്ടിലെ മെയിൻ പൂജക്കാരനായ പാപ്പുവാണ് ആദ്യം പൂജ ചെയ്തത്. അതിനുശേഷം നമ്മൾ ഓരോരുത്തരായി പോയിട്ട് പൂ ഇട്ടിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പം അമ്മൂമ്മ അവിടെ ഇരുന്നിട്ട് പാപ്പുവിന് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. എപ്പോഴും അവനെ പൂജ ചെയ്യണമെങ്കിലും ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് എപ്പോഴും അവന് വരാറുണ്ട്. അങ്ങനെ അപ്പൂപ്പ പ്രാർത്ഥിക്കുന്നുണ്ട്, പിന്നെ അമ്മ പോയി, പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ നമ്മൾ എല്ലാവരും പ്രാർത്ഥിച്ചു. നമുക്ക് ഇന്ന് കിട്ടിയ ഏറ്റവും വലിയൊരു പ്ലസ് എന്താന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം കറണ്ട് വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ദൈവം സഹായിച്ച് പൂജ സമയത്ത് കറണ്ട് പോയില്ല കേട്ടോ. ഗൈസ്, കറക്റ്റായിട്ട് ഞങ്ങളുടെ പൂജയും കഴിഞ്ഞു, കറണ്ടും പോയിട്ടോ. അപ്പൊ ഇപ്പൊ എല്ലാവരും ഇവിടെ ഇരുന്നിട്ട് പ്രസാദം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മള് ലാമ്പൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ എങ്ങനെയുണ്ട് അപ്പം? വളരെ നന്നായിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ കറണ്ട് വന്നു. അപ്പൊ നമ്മൾ ഇതാ പ്രസാദം കഴിക്കാൻ വേണ്ടി പോവാണ്. ഉണ്ണിയപ്പം. ക്രിസ്പി, പുറത്ത് നല്ല ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റ്. നെക്സ്റ്റ് നമുക്ക് പായസം ടേസ്റ്റ് ചെയ്യാം. യമ്മി യമ്മി പായസം. പായസം കഴിക്കാൻ വേണ്ടിയ അല്ലേ? രണ്ടും മധുരം ഓക്കെയാണ്, എനിക്ക് ഓക്കെയാണ്. അപ്പായാലും പായസമായാലും അപ്പം നല്ല മധുരം നന്നായിട്ടുണ്ട്.